Hello, welcome to Madia Classes, Chapter 4, Thousands Around Us. ഇതുവരെയുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ ടെൻസ്, ഹൺഡ്രഡ്സ് ഒക്കെ പഠിച്ചു. ഇനി വലിയ നമ്പറിലേക്ക് പോവാണ്, thousands. Jaspreet and Gulnaz are organizing a langar, a community lunch in their neighborhood Gurudwara. They expect around 1,000 people to be fed on that day. 55 people volunteer to serve during this event. Jaspreet and Gulnaz receive many donations. ജസ്പ്രീത്തും ഗുൽനാസും അവരുടെ അടുത്തുള്ള ഒരു ഗുരുദ്വാരയിൽ ഒരു കമ്മ്യൂണിറ്റി ലഞ്ച്, നമ്മൾ അന്നദാനം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഗുരുദ്വാരയിൽ നടത്തുന്ന കമ്മ്യൂണിറ്റി ലഞ്ചിനാണ് ലങ്കർ എന്ന് പറയുന്നത്. അതിന് 1000 ആളുകൾ, 1000 പീപ്പിൾ വരുമെന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ അവർക്ക് ഫുഡ് എടുത്തു കൊടുക്കാനും ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് 55 വോളണ്ടിയേഴ്സും റെഡി ആയിട്ടുണ്ട്. അവർക്ക് പലയിടങ്ങളിൽ നിന്നും സാധനങ്ങളൊക്കെ ഡൊണേഷൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് അവർക്ക് ഡൊണേഷൻസ് കിട്ടുന്നത്? The donations are shown in the table below. Write the number in each case. ഫസ്റ്റ്, റൈസ്. എത്ര അരി കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവിടെ സെക്കൻഡ് കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ, ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് 10 ആണ്. അടുത്ത സ്ട്രിപ്പ് അഗെയിൻ 10, ഇതും 10 അല്ലേ. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആണ്. എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പൊ ടോട്ടൽ എത്രയായി? 10 പ്ലസ് 10 പ്ലസ് 10 30, 30 പ്ലസ് 9 is 39. അപ്പോൾ നമ്പർ ഓഫ് റൈസ് സാക്സ് അല്ലെങ്കിൽ അരി ചാക്കുകൾ 39. ഇനി വീറ്റ് ഫ്ലോർ, എത്ര ചാക്ക് വീറ്റ് ഫ്ലോർ കിട്ടിയിട്ടുണ്ട്? 4 ones പ്ലസ് 7 tens. 4 ones എന്ന് പറഞ്ഞാൽ 4, 7 tens എന്ന് പറഞ്ഞാലോ അത് 70 ആണ്. ടോട്ടൽ 70 പ്ലസ് 4 is 74. പൾസസ്, എത്ര പാക്കറ്റ് പൾസസ് ഉണ്ട്? ഇവിടെ തന്നിരിക്കുന്ന സ്റ്റിക്ക് 3 3 3 1. ഈ ഓരോ സ്റ്റിക്കിന്റെ ബണ്ടിലും 10 ആണ്. അങ്ങനെയുള്ള എത്ര ബണ്ടിൽസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. 10ന്റെ ബണ്ടിൽസ് ഉണ്ട്. സോ 10 into 10 100. ടോട്ടൽ 100. ഇനി ഇവിടെയോ 1 2 3 സിംഗിൾസ്. 100 പ്ലസ് 3 എത്രയാ വരിക? 103. പംകിൻസ്, എത്ര പംകിൻസ് ഉണ്ട്? 100 മൈനസ് 7. 100ൽ നിന്ന് 7 മൈനസ് ചെയ്ത് നോക്കൂ. അതിന് ആൻസർ ഇവിടെ എഴുതാം. നമുക്ക് ഈ 7 ഒറ്റയടിക്ക് മൈനസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 7നെ 5ഉം 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് 100 മൈനസ് 5 95 ആണ്. 95ൽ നിന്ന് 2 മൈനസ് ചെയ്യാം. എത്ര ആൻസർ? 93. പ്ലേറ്റ്സ്, എത്ര പ്ലേറ്റ്സ് ഉണ്ട് ടോട്ടൽ? ഈ വലിയ ബോർഡ് ഇത് 100 ആണ്. 100. അതുപോലത്തെ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 1 2 3 4. ടോട്ടൽ 400 ഉണ്ട്. 400. ഇനി ഓരോ സ്ട്രിപ്പും 10 ആണല്ലേ. എത്ര 10 ഉണ്ട്? 1 2 3 4 5 6 7 8. 80. പിന്നെ ഇവിടെ 2 ഇൻഡിവിജ്വൽസ്. 2. 400 plus 80 plus 2, 482. നെക്സ്റ്റ്, ബക്കറ്റ്സ്. എത്ര ബക്കറ്റ്സ് ഉണ്ട്? 10 10. ടോട്ടൽ 20. 1 2 3 4 5. എത്ര ബക്കറ്റ്സ് കിട്ടി? 20 plus 5 is 25. ഓയിൽ ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 12 ക്യാൻസ് കിട്ടിയിട്ടുണ്ട്. സോൾട്ട്, എത്ര പാക്കറ്റ്സ് ആണ്? 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10. എത്ര 10 ഉണ്ട്? 5 tens ആണ്. സോ ദിസ് ഈസ് 50. ഷുഗർ പാക്കറ്റ്സോ? ഇതൊരു പസിൽ പോലെയാ തന്നിരിക്കുന്നത്. 60യുടെയും 70യുടെയും കറക്റ്റ് മിഡില്. 60 പ്ലസ് എത്രയാ 70? 10 ആണല്ലേ. അപ്പോൾ 10ന്റെ ഹാഫ് 5 ആണ് ഇത്രയും പോർഷൻ, 5 ആണ് ഇത്രയും പോർഷൻ. അപ്പൊ ഇവിടെ എന്താ വരിക? 60 പ്ലസ് 5 65. ഇനി 70 മൈനസ് 5 ആണെങ്കിൽ 65.
So here this is 65. Glasses. 10 more than 312. 312-നേക്കാളും 10 more plus 10. So that is 322. Jaspreet and Gulnaz record the number of people who come for the community lunch at different times. Write the time and draw the number of people who had food at different time slots using HTO blocks as shown below. എപ്പോഴാണ് ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയതെന്നും ഓരോ ടൈം സ്ലോട്ടിലും എത്ര പേര് വന്നു എന്നും ജസ്പ്രീതും ഗുൽനാസും കൗണ്ട് വെച്ചിട്ടുണ്ട്. അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ടൈം പീരീഡിൽ എത്ര പേര് കഴിച്ചു എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ ഇവിടെ ബ്ലോക്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യണം. ആദ്യമായി ഈ ക്ലോക്കിൽ നോക്കിയേ, ഇവിടെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഉള്ളത് 12-ലാണ്. സോ ഇത് എത്രയാണ് സമയം? 12 o'clock ആണ്. 12:00. ഇനി ഇവിടെ അവർ ഹാൻഡ് 12-ലാണ്, പക്ഷെ മിനിറ്റ് ഹാൻഡ് 6-ൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇത് എത്രയാണ് ടൈം? ഇറ്റ് ഈസ് 12:30. എങ്ങനെയാ ഇത് കണ്ടുപിടിക്കുക? ഇതൊരു 5 ആണ്. 5, 10, 15, 20, 25, 30. അപ്പോഴാണ് ഇവിടെ എത്തുക അല്ലെ? സോ ദിസ് ഈസ് 12:30. ആ സമയത്തില് 52 ആളുകളാണ് ഫുഡ് കഴിച്ചിരിക്കുന്നത്. എങ്ങനെയാ 52-നെ ഈ ബ്ലോക്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാ? ആദ്യം നമുക്ക് 5, 10-ന്റെ സ്ട്രിപ്സ് വേണം. ഇനിയോ 2 ഇൻഡിവിജ്വൽ സ്മോൾ ബ്ലോക്സ് വേണം. 50 plus 2 is 52. ഇതുപോലെ ആദ്യത്തെ ടൈം നേരത്തെ കണ്ടു. ഇറ്റ് ഇസ് 12:30. മിനിറ്റ് ഹാൻഡ് 12-ൽ എത്തി. അപ്പോ അവർ ഹാൻഡ് 1 എത്തി അല്ലെ? സോ ഇറ്റ് ഇസ് 1 o'clock. 1:00. ആ സമയത്ത് 145 പീപ്പിൾ ആണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് 145 റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു 100 ബ്ലോക്ക്. ഇതാണ് 100 ബ്ലോക്ക്. ഇനി 4 10 blocks. 1, 2, 3, 4. 5 units. 1, 2, 3, 4, 5. 100 plus 40 plus 5 is 145. ഇതുപോലെ ഇവിടെ 1 ആണ് നമ്മൾ കണ്ടു. ഇവിടെയോ 1-ലാണ് ആർ സൂചി. 1-ന്റെയും 2-ന്റെയും ആക്ച്വലി ഇടയിലാണ് വരിക. മിനിറ്റ് ഹാൻഡോ അത് 6-ൽ എത്തിയിരിക്കുന്നു. സോ ദിസ് ഈസ് 1:30. ആ സമയത്ത് ഫുഡ് കഴിച്ചിരിക്കുന്നത് 325 ആളുകളാണ്. 300s. അപ്പൊ 300-ന്റെ ബ്ലോക്ക് വേണം. ഇനിയോ 25, 20 to 10-ന്റെ ബ്ലോക്ക് വേണം. 5 യൂണിറ്റ്സും വേണം. 300 plus 20 plus 5 is 325. അടുത്ത സമയം 1:30. 1:30 ഇവിടെ 2-ലാണ് അവർ ഹാൻഡ് ഉള്ളത്, 12-ലാണ് മിനിറ്റ് ഹാൻഡ് ഉള്ളത്. സോ ദിസ് ഇസ് 2 o'clock. ആ സമയത്ത് ഫുഡ് കഴിച്ചിരിക്കുന്നത് 508 പീപ്പിൾ ആണ്. 500. എത്ര ഹൺഡ്രഡ്സ് വേണം? 500s. ഇനി 10 0 10s ആണ്. 8 യൂണിറ്റ്സ് ആണ്. സോ ഇങ്ങനെയാണ് 508-നെ റെപ്രസെന്റ് ചെയ്യുന്നത്. The time slot when the most number of people came for lunches. മുന്നത്തെ പേജിൽ നോക്കിയാൽ അറിയാം. 52, 145, 325, 508. ഇതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 508 ആണ്. ഏറ്റവും കുറവ് 52 ഫസ്റ്റ് സ്ലോട്ടിലാണ് അല്ലേ? ടൈം സ്ലോട്ട് വെൻ മോസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ കെയിം എപ്പോഴാണ്? 1:30 to 2. ഇനി ടൈം സ്ലോട്ട് വെൻ ലീസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ കെയിം, അത് ആദ്യമായിരുന്നു. 12 o'clock. 12 to 12:30. Let us do. Make 3-digit number using the digit 3 and 7. Write the numbers in the boxes given below. Circle the smallest and cross out the largest. 3-ഉം 7-ഉം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്പേഴ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. ഓഫ് കോഴ്സ് 2 നമ്പറേ ഉള്ളൂ. 3 നമ്പർ ഉണ്ടാക്കണമെങ്കിൽ നമ്പർ റിപ്പീറ്റ് ചെയ്യാം അല്ലേ? ഇത് ഉപയോഗിച്ച് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും?
333. ഇനി നമുക്ക് 777. ഇനി നമുക്ക് 3ന് 2 പ്രാവശ്യം ഉപയോഗിക്കാം. 337, 373, 733. ഇനി നമുക്ക് 7ന് 2 പ്രാവശ്യം ഉപയോഗിക്കാലോ. 773, 737, 377. ഇത്രയും നമ്പേഴ്സ് ഉണ്ടാക്കിയല്ലേ. ഇതില് ലാർജസ്റ്റ് നമ്പർ ക്രോസ് ഔട്ട് ചെയ്യാനാ പറഞ്ഞത്. അത് വേറൊന്നുമല്ല 777. ഏറ്റവും വലിയ ഡിജിറ്റ്സ് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഇനി സ്മോളസ്റ്റ് എന്താണ്? സ്മോൾ ഡിജിറ്റ് 3 എണ്ണം വന്നു കഴിഞ്ഞാൽ അതാണ് സ്മോളസ്റ്റ് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, മേക്ക് 6 3-digit numbers using the digits 3508 such that all numbers are less than 550. You can repeat the digit. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് 3-digit നമ്പർ ആണ്. ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, അത് 550യേക്കാൾ ചെറിയ നമ്പർ ആയിരിക്കണം. അപ്പൊ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞ് നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 8. അത് പോസിബിൾ അല്ല, കാരണം 550യേക്കാളും ചെറിയ നമ്പർ ആവണമെങ്കിൽ ഒരിക്കലും ആ നമ്പർ 8ൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇനി 5ൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ബട്ട് അതെപ്പോഴും ശ്രദ്ധിക്കണം 550യേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം. കുറേ നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് ഏതെങ്കിലും റാൻഡം നമ്പർ നോക്കാം, ബാക്കി നിങ്ങൾ ഉണ്ടാക്കുക. 350, 308, ഇനി 508. 108 550നേക്കാളും ചെറുതാണല്ലേ. 503, ഇനിയോ 500, ഇനി 388 ഒക്കെ ഉണ്ടാക്കാം. ഇനിയും നമ്പേഴ്സ് ഉണ്ടാക്കാം. ഇനി ഇതില് നമ്മൾ ഉണ്ടാക്കിയ നമ്പറിൽ ഏതാണ് ലീസ്റ്റ് നമ്പർ? 308 ആണ്. ഉണ്ടാക്കിയ നമ്പറിൽ 508 ആണ് വലുത്. അതൊന്നും കാര്യമില്ല, നമുക്ക് 550യേക്കാളും ചെറിയ നമ്പേഴ്സ് ഉണ്ടാക്കിയ. മാർക്ക് ദ നമ്പേഴ്സ് യു മെയ്ഡ് ഇൻ 1B. ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയ നമ്പർ ഈ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയ നമ്പർ നിങ്ങൾ സ്വന്തം മാർക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. 350 എവിടെയാ വരിക? ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ ആദ്യത്തത് ഇവിടെ ഉണ്ട്, അത് കൃത്യമായിട്ട് 350 അവിടെ എഴുതി ചെയ്യാം. ഇനി 308ഓ? 300 കഴിഞ്ഞ് അടുത്ത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും 308. 508 500 കഴിഞ്ഞ് ഇവിടെയായിരിക്കും 508. 503 അതിനേക്കാളും ഇടയിൽ ഇവിടെയായിരിക്കും. 508നേക്കാളും ചെറുതാണ് 503. 500 ഇവിടെ ഓൾറെഡി നമുക്കറിയാം, ഇവിടെയാണ് 500. ഇനി 388ഓ? 350യേക്കാളും വലുതാണ്, 400നേക്കാളും ചെറുതാണ്. സോ സംവെയർ ഹിയർ 388. ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന നമ്പർ നിങ്ങൾ മാർക്ക് ചെയ്യാം. Fill in the blanks with appropriate numbers. 787, 788. ഇത് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും അല്ലേ. നിങ്ങൾ LKG UKG ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാ വരിക? 789, 789 കഴിഞ്ഞ് 90, 791, 792, 793, 794, 795, 796, 797, 798, 799, അത് കഴിഞ്ഞ് 800, പിന്നെ 801, 802, 803, 804, 805 and 806. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ വളരെ ഈസിയാണ്. 930, 433, 932, 931, 930, 929, 928, 927, 926, 920. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഇത് വളരെ ഈസിയാണ്. ഇപ്പൊ 79 ആണ് 89, അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. അപ്പൊ 79, 89, അപ്പൊ ഇവിടെ 699 ആണ് വരിക. 699 കഴിഞ്ഞാൽ 709, 719. ഇതിന്റെ പുറകിലോ 669, 659, 649, 639 and 629. ഇവിടെ 338, അത് കഴിഞ്ഞിട്ട്
1 വിട്ടിട്ടുണ്ട്, 48 ആണ് എഴുതിയിരിക്കുന്നത്. ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള ഡിഫറൻസ് 10 ആണ്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇതിൽ ഇവിടം വരെ 5ഉം ഇവിടം വരെ 5ഉം, അങ്ങനെയാണ് 10 ആയത് അല്ലേ? അപ്പൊ നമുക്ക് 338 plus 5 ആണ് ഇവിടെ എഴുതുന്നത്. 338 plus 5 is 343. 43 plus 5 is 48. പിന്നെ ഇവിടെ എത്രയാ വരിക? 353. ഇവിടെയോ 358. ഇവിടെ 363, 368, 373, 378. ഇതിന്റെ തൊട്ട് പുറകിൽ വരുന്ന നമ്പർ അപ്പൊ എത്രയാണ്? 333. 333 plus 5, 338. അടുത്തത് നോക്കിയേ, 367. ഇവിടെയും 567 ആണ്. ഇവിടെ മുതൽ ഇവിടം വരെ എത്രയാ കൂടിയത്? 367 plus 100, 467. 467 plus 100, 567. അപ്പൊ ഇവിടെയുള്ള നമ്പർ ഏതാണ്? 467. ഇവിടെ 567. ഇവിടെയോ 667, 767, 867, 967. 967 കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? അതാണ് 1067. ഇവിടെ ബാക്കോട്ട് പോകുമ്പോൾ 267, ഇവിടെ 167. As we have learned in grade 3, the Indian system of writing numbers, which we have been learning and practicing in school to write and add and subtract numbers, was discovered in India around 2000 years ago and is now used around the world. This system was designed so that we can write all numbers no matter how large they are using just 10 symbols: 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. Till now, we have learned how to write all numbers from 1 to 999. Now, let us explore how to write numbers 1000 and larger in Indian number system. ഇതുവരെ 999 വരെ എഴുതാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി വലിയ നമ്പർ എഴുതാൻ അല്ലെങ്കിൽ വലിയ നമ്പർ പഠിക്കാൻ പോവാണ്. You remember that Gulnaz and Jaspreet had kept track of the people who came for the community lunch. Let us see how they did it. ഇവിടെ കണ്ടാ മനസ്സിലാവും. ഇവര് ഇതുപോലെ വലിയ കാർഡ് എടുത്ത് വെച്ചിട്ട് അതിൽ ഓരോ നമ്പേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ആൾക്കാർ വരുന്നതിനനുസരിച്ച് അത് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഓരോ സ്ലോട്ടിലും എത്ര ആൾക്കാർ വീതമുണ്ടെന്ന് കിട്ടി. ഓക്കെ, സോ ഈ പിക്ചർ നോക്കിയിട്ട് how many people came for the community lunch? ടോട്ടൽ എത്ര പേര് വന്നു? ലാസ്റ്റ് നമ്പർ ഏതാണ്? 1032. എന്താ ഇതിനെ വായിക്കുക? 1032. ഇത് യൂണിറ്റ് ആണ്. യൂണിറ്റ്സ് പ്ലേസ്, ടെൻസ് പ്ലേസ്, ഹൺഡ്രഡ്സ് പ്ലേസ്, and we have reached thousands place. Okay, 1, 10, 100 and 1000. So എങ്ങനെയാ ഇത് വായിക്കുക? 1032. ആൻസർ 1032. ഇവിടെ ഒരു വലിയ ക്യൂ ഉണ്ട്. Fill in the blanks with appropriate numbers. ഇവിടെ 1000th person, 1000ാമത്തെ ആളുണ്ട്. അപ്പൊ അയാളുടെ തൊട്ട് മുമ്പ് ആരായിരിക്കും? 999. അയാളുടെ മുമ്പിലോ 998. അയാളുടെ മുമ്പിൽ 997. 1000th പേഴ്സന്റെ ബാക്കിലോ 1001. അതിന്റെ ബാക്കിൽ 1002. അത് കഴിഞ്ഞിട്ടോ 1003. അതിന്റെ ബാക്കിൽ 1004. അതിനുശേഷം 1005. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമെങ്കിലും അത് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളടുത്ത് 0 വിട്ടുപോകും, ചിലപ്പോൾ ഒരു 0 എക്സ്ട്രാ ആയി പോവും. അപ്പോൾ ഇത് എഴുതി തന്നെ നിങ്ങൾ ശീലിക്കണം. Identify the range of numbers most suitable for the following situation.
Share your thoughts. Number of children in your village. Number of books in your classroom. ഓൺലി വൺ ആണോ? അല്ല. അപ്പൊ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എത്ര കുട്ടികളാണ് നിങ്ങളുടെ വില്ലേജിൽ ടോട്ടൽ ഉള്ളത്. മേ ബി ഒരു 500 to 1000 ചിൽഡ്രൻ ഉണ്ടാവും. നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ മേ ബി ഒരു 50 to 100 ടീച്ചേഴ്സ് ഉണ്ടാവും. ചെറിയ സ്കൂൾ ആണെങ്കിൽ. വലിയ സ്കൂൾ ആണെങ്കിൽ അതിലും കൂടുതൽ ഉണ്ടാവും. നമ്പർ ഓഫ് ടേബിൾസ് ഇൻ യുവർ ക്ലാസ് റൂം. ടേബിൾ ആയിരിക്കും ഉണ്ടാവുള്ളൂ അല്ലെ. നമ്പർ ഓഫ് ബുക്സ് ഇൻ യുവർ ലൈബ്രറി മേ ബി ചെറിയ ലൈബ്രറി ആണെങ്കിൽ 200 to 500 ആയിരിക്കും. വലിയ ലൈബ്രറി ആണെങ്കിൽ 1000നേക്കാളും കൂടുതലായിരിക്കും. നമുക്ക് നമ്മുടെ സ്കൂൾ ലൈബ്രറിയിൽ 500 to 1000 ഉണ്ടാകും എന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് ലീവ്സ് ഇൻ എ പ്ലാന്റ് മേ ബി 10 to 50. Number of pages in your math 50 to 100. Number of ants in ant hill വളരെ കൂടുതലായിരിക്കും. More than 1000. Number of books in your classroom നിങ്ങളുടെ ക്ലാസ്സിൽ മേ ബി ഒരു 50 to 100 ബുക്സ് ഉണ്ടാകാം. നമ്പർ ഓഫ് ഫിംഗേഴ്സ് ഇൻ യുവർ ക്ലാസ് റൂം നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 80 ആളുകൾക്കും 10 ഫിംഗേഴ്സ് വീതം കയ്യിലുണ്ടല്ലേ. അതുപോലെ കാലിലും ഫിംഗേഴ്സ് ഉണ്ട്. അപ്പൊ ഏകദേശം എത്ര പേര് വരും? അപ്പോൾ അതും നിങ്ങളുടെ ക്ലാസ്സിലുള്ള ആളുകൾക്ക് അനുസരിച്ചിരിക്കും. സോ മേ ബി 500 to 1000. നമ്പർ ഓഫ് ലീവ്സ് ഇൻ എ ട്രീ ബിഗ് ട്രീയിൽ 500 to 1000. വലിയ ട്രീ ആണെങ്കിൽ മോർ ദാൻ 1000 ലീവ്സ് ഉണ്ടാകും. ഇനി നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഓൺ ദിസ് പേജ് ഈ പേജിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? മേ ബി ഒരു 200 to 500 പേജസ് ഉണ്ടാകാം, ലെറ്റേഴ്സ് ഉണ്ടാവാം. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ യുവർ സ്കൂൾ മേ ബി മോർ ദാൻ 1000. നമ്പർ ഓഫ് ഗേൾസ് ഇൻ യുവർ സ്കൂൾ 500 to 1000 or more than 1000. Number of steps to reach school more than 1000. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ സ്കൂളിനനുസരിച്ച് മാറ്റം വരുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് കറക്റ്റ് ആയിട്ട് ലൈൻ കൊടുക്കുക. And identify things around you that are more than 1000 in number. 1000നേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. മേ ബി രാത്രി സ്റ്റാർസ് ഇൻ ദ സ്കൈ 1000നേക്കാളും കൂടുതലായിരിക്കും അല്ലേ. പിന്നെയോ മേ ബി ലീവ്സ് ഇൻ എ ബിഗ് ട്രീ ഇവിടെ തന്ന പോലെ തന്നെ അത് മോർ ദാൻ 1000 ആയിരിക്കും. പിന്നെയോ മുടി നിങ്ങളുടെ തലയിലുള്ള ഹെയർ എത്ര ഹെയർ സ്ട്രാൻഡ്സ് ഉണ്ടാകും? അത് ഓഫ് കോഴ്സ് മോർ ദാൻ 1000 ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ചുറ്റും 1000 നമ്പറിനേക്കാളും കൂടുതലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ 1000നേക്കാട്ടും കുറവായിട്ടുള്ള നമ്പേഴ്സും കാൽക്കുലേഷൻസും ഒക്കെ നമ്മൾ നോക്കി. ഇനി 1000നേക്കാളും കൂടുതലായിട്ടുള്ള നമ്പേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇതുവരെ എല്ലാ കാര്യങ്ങളും സ്വന്തമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മാത്സ് എപ്പോഴും സ്വന്തമായിട്ട് എഴുതി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുന്നത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.